നമസ്കാരം. ജാതക കഥകളിലെ 26ാമത്തെ കഥ പളുങ്കിൽ ചെളി പറ്റില്ല. കാട്ടിൽ ഒരു വലിയ പളുങ്ക് പാറയുണ്ട്. അതിലെ ഗുഹയിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. അടുത്തു തന്നെ കുറേ ചതുപ്പ് നിലങ്ങളുമുണ്ട്. ആ ചതുപ്പിൽ എപ്പോഴും പന്നിക്കൂട്ടം പുളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ ചതുപ്പിൽ കിടന്ന് തിമിർത്തുകൊണ്ടിരുന്ന ഒരു പന്നി പളുങ്ക് പാറയ്ക്കുള്ളിൽ സിംഹത്തിനെ കണ്ടു. സിംഹത്തിൻ്റെ രൂപം പളുങ്കിൽ തട്ടി പ്രതിഫലിച്ച് വളരെ വലുതായിട്ടായിരുന്നു കണ്ടത്. അത്ര വലിയ സിംഹത്തെ കണ്ട് പന്നി ഭയന്നു. അവൻ കൂട്ടുകാരെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. സിംഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി? അവർ കൂടിയാലോചിച്ചു. ഒടുവിൽ ഒരു പരിപാടിയിട്ടു. സിംഹം ഗുഹയിലില്ലാത്ത സമയത്ത് പളുങ്കുപാറയിൽ ചെളി പുരട്ടുക. അപ്പോൾ പിന്നെ സിംഹം അവരെ കാണുകയില്ലല്ലോ. പന്നികളെല്ലാം കൂടി ചേർന്ന് ചെളി വാരിക്കൊണ്ട് പളുങ്കുപാറയ്ക്ക് അടുത്തെത്തി. അതിൽ ചെളി പുരട്ടാൻ തുടങ്ങി. പക്ഷേ മിന്നുന്ന പളുങ്കിൽ എവിടെ ചെളി പറ്റാൻ? പന്നികൾ തോറ്റു പിന്മടങ്ങി. ഇനി എന്താണൊരു വഴി? അവർ ആലോചിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പന്നി പറഞ്ഞു, ഈ കാട്ടിൽ ഒരു സന്യാസി തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും വഴി പറഞ്ഞു തരും. എല്ലാവരും അത് സമ്മതിച്ചു. അവർ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സന്യാസി ബോധിസത്വനായിരുന്നു. പന്നികൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി വണങ്ങി. എന്നിട്ട് സങ്കടം പറഞ്ഞു. അപ്പോൾ ബോധിസത്വൻ പറഞ്ഞു, നിങ്ങൾ എന്തു വിഡ്ഢികളാണ്! മിനുസമുള്ള പളുങ്കിൽ ചെളി പറ്റുമോ? നിങ്ങൾ വലുതായി കാണുന്നത് സിംഹത്തിൻ്റെ പ്രതിരൂപമാണ്. അത് ചെളി പുരട്ടി മറച്ചതുകൊണ്ട് ഗുണമൊന്നുമില്ല. സിംഹത്തിൻ്റെ താമസ സ്ഥലത്തിനടുത്ത് നിന്ന് നിങ്ങൾ സ്വയം മാറിപ്പോവുകയാണ് ബുദ്ധി. ബോധിസത്വൻ്റെ ഉപദേശം കേട്ട പന്നികൾക്കും തോന്നി, ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ. ഉടൻ തന്നെ അവർ കൂട്ടമായി ആ ചതുപ്പ് നിലം വിട്ടുപോയി. നന്ദി.